ഏക്സി വന്നാ? ഏക്സി അവർക്ക് നേരത്തെ വന്നു. നീ എന്താ ലേറ്റായ? മീര കോളേജ് ടൂർ പോയേക്കുവാ. അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടില്ല. ചേട്ടാ, ഈ കറണ്ട് ബില്ല് ഓൺലൈൻ അടയ്ക്കാറ് എനിക്ക് അവിടെ പോയി ക്യൂ നിൽക്കാനൊന്നും വയ്യ. കണ്ടോ, ഇന്ന് വരെ അതുപോലും ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ അടച്ചുതരാം. അതെ, നിന്റെ ശലഭ കോളേജിലാണ് പഠിക്കുന്നത്. അവളെന്താ ടൂർ പോയില്ലേ? അവൾ MSc അല്ലേ, ഇവൾ MCOM. ഡാ, എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു ഓരും കൂടെ കിട്ടാറുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. റൈറ്റ് കുറച്ച്. റൈറ്റാ? അല്ല, പറ്റില്ല. ലെഫ്റ്റ്. ലെഫ്റ്റാ? ലെഫ്റ്റ്. അതിന് കുറച്ച് താഴത്തേക്ക് ഇറക്കി. താഴെ താഴെ. അതിന് മുകളിലേക്ക് കയറ്റി. ഓക്കെ കേട്ടോ. വിടല്ലേ, ആചാരം താഴെ പോയില്ലേ? ഹലോ, ഇന്ന് രാവിലെ ബസ്സിൽ കണ്ടില്ലല്ലോ. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഇന്ന് എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഓഫീസിലെത്തി തന്നെ കഷ്ടപ്പെട്ട. എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്. കാണാലോ, എപ്പോ വേണേലും കാണാം. എന്നിപ്പോ ധൈര്യം ഉണ്ടോ? ഏയ്, ഇപ്പൊ രാത്രിയൊക്കെ ആയില്ലേ, അത് വേണോ? അച്ഛനമ്മ ഇവിടെ ഇല്ലായിരുന്നു, ഒരു ഗുരുവായൂർ വെക്കാം. ആണോ? എന്താ, ഞാൻ വരും. വന്നിരിക്കും. കാണാം. പോയിരിക്കും. വണ്ടി എടുക്കട്ടെ? ആ, ആചാര സംരക്ഷണം. വന്നിട്ട് സംരക്ഷിക്കാം. അത് മതി. ഭയങ്കര ആഴമാണ്. കാമയുടെ വെണ്ട മതിൽ ചാടിക്കിടക്കണ ലോകത്തിലെ ആദ്യത്തെ കാമുകനല്ല നീ. ചാട്. അപ്പുറം ഗേറ്റ് ഓപ്പൺ ആണല്ലോ. ആരെങ്കിലും കണ്ടാ തീർന്നട്ടാ. ആരും കാണൂല, ഞാൻ പുറത്തുണ്ടാകും. ഇനി ആരെങ്കിലും വന്നാ ഞാൻ ഡോറിലെ മുട്ട. മതി. ഓക്കെ. അപ്പൊ ധൈര്യമൊക്കെ ഉണ്ടല്ലേ? ഉറങ്ങില്ലേ? എന്താ ഉറങ്ങണോ? ഒരു 10 തരാം. വേണമെങ്കോ? ഇല്ല, വേണമെങ്കില്ല. ഇതാരത്? അമ്പാടി. പുറത്ത് തന്നെ നിൽക്കാൻ എനിക്കൊരു പേടി. ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറി ഇരുന്നോളാം. എന്തിനാണ് അമ്പാടി? പ്ലീസ് പോ. വാ. എന്ത്? വാ. എന്താ കാണിക്കുക? എന്താടാ? ഇവിടെ പുറത്തു കൂടി ആൾക്കാർ പോന്നെ, എന്നെ ആരെങ്കിലും കാണും. നമുക്ക് പോയാലോ? മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിടിച്ച് കയറ്റിട്ട് പിന്നെ പോവാന്ന്. എടാ, കുറച്ചു നേരം പ്ലീസ്. കുറച്ചു നേരം 5 മിനിറ്റ്. ഇനി വേണ്ട, പോ. പോണോ? എന്താ 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 പറ. വേണ്ട, പോ. എന്താ? ഒറ്റ ചവിട്ടി ചെറുക്കും. സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ യുവാവുണ്ട്. സെക്രട്ടറി, പ്രസിഡന്റ്, സെക്രട്ടറിക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. അത് പ്രസിഡന്റ് മാപ്പാക്കണം. നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത്. നിങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റ് കളിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. എന്ത് തീരുമാനം? എന്റെ വീട് എന്റെ മോളുമായി പോയില്ലേ, നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അതെ, എന്ന് കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി, നടത്തി തരാം. അതുവരെ ദയവേത് മതിൽ ചാടരുത്. ഇല്ല, സത്യാണല്ലോ. എന്റെ അനിയത്തി മീരക്ക് ശലഭയുടെ അതേ പ്രായമാണ്. അപ്പൊ അവളുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാ ഒരു 6 മാസം. അത് ശരിയാ. അതാകുമ്പോ അപ്പത്തേക്ക് എന്റെ എക്സാം കഴിയും. ശരി. പോകുന്നില്ലേ? പോവാം. അതെ,
ഒരു ഉപകാരം ചെയ്യണം. ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ. അയ്യോ, മാറ്, മാറ്. ഞായറാഴ്ച പത്തരക്കല്ലേ കരയോഗ മീറ്റിംഗ് പ്രസിഡന്റ്? എന്റെ നല്ല ജീവനങ്ങ് പോയി. അല്ല, ഗുരുവായൂർക്ക് പോയി അവരെങ്ങനെ പെട്ടെന്ന് ഇങ്ങ് വന്ന്? അതെനിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ നമുക്കൊന്നും ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അല്ല, ആ കാവല് നിർത്തിയാൾ ഇവിടെ പോയതാ? അവൻ റംബൂട്ടാൻ കണ്ടപ്പോ അത് പറിക്കാൻ പോയി. ബെസ്റ്റ്. എന്തായാലും കാര്യം കഴിഞ്ഞ് കിട്ടിയല്ലേ? അല്ലേ? 6-7 മാസം കഴിഞ്ഞാൽ കെട്ടുമല്ലോ അല്ലേ? മീരയുടെ കാര്യം ഒന്ന് ശരിയായി മതി. ഓ, എന്ത് പറഞ്ഞാലും പെങ്ങള്. നീ അത് പറയാൻ നിൽക്കണ്ട. നീ അവളൊന്നും പറയേണ്ട കേസില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. വന്നേ. ഞാൻ ഇപ്പൊ മനുഷ്യർക്ക് ടെൻഷനും സങ്കടമൊക്കെ വരുമ്പോഴേ കടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ അല്ല. അല്ല, ഇത് കടലല്ല, ചെങ്കോലാറാ. ഇക്കാലത്തെ പ്രേമം ഉണ്ടാകുന്ന വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സ്വന്തം കാമുകിയുടെ വീട്ടിൽ പോകുന്നത് ഇത്ര വലിയ തെറ്റൊന്നുമില്ല. കാമുകിയുടെ വീട്ടിൽ പോയെന്നോ? നീ എന്തൊക്കെയായി പറയുന്നത്? ഇത് പിന്നെ ആരാരും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? പ്രശ്നം എനിക്കല്ല, നിനക്കാ. എന്ത് പ്രശ്നം? എടാ, നമ്മുടെ മീര ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തില്ല. മീരെ മാളോ? മീരയെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വന്ന് പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ജോസേ, നിങ്ങൾക്ക് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കൺഫേം ചെയ്തിട്ട് നിന്നോട് പറഞ്ഞു വിചാരിച്ചു. മീരയുടെ കോളേജിനടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റുഡിയോ നടത്തുക. അവിടെ വെച്ചുള്ള പരിചയമായിരിക്കും. ഡാ, ചെറുക്കൻ്റെ പേര് ഡിസ്നി ജെയിംസ്. ക്രിസ്ത്യാനിയോ? ഇക്കാലത്ത് തറവാട്ട് മഹിമയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്ത് കാണാനാ? പെണ്ണിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം പയ്യൻ്റെ സ്വഭാവം നോക്ക്, ബാക്കിയൊക്കെ പിന്നെ. അല്ല, നിനക്കൊരു പ്രേമമുണ്ടല്ലോ. കാര്യം നിങ്ങൾ ഒരേ കൂട്ടരാ, പക്ഷെ അത് നോക്കിയിട്ടാണ് നിങ്ങൾ പ്രേമിച്ചത്. എനിക്ക് മനസ്സിലാവാത്ത ഇതാണ്. ഈ ആങ്ങളമാർക്കൊക്കെ എന്തു ആവാം. വേണമെങ്കിൽ രാത്രി മധുരം ചാടാം. എന്നിട്ട് സ്വന്തം പെങ്ങളെ കാര്യം വരുമ്പോൾ ഇത്ര വികാരമുള്ളതിനാ? ജോസേ, അത് ഡാ, പറക്ക മുറ്റി അന്ന് മുതലേ നിന്നേക്കാൾ കൂടുതൽ ആ കുടുംബത്തിന് വേണ്ടി ഓടുന്ന കൊച്ചല്ലേ. നീ ഇപ്പം ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, വേറെ ആരെങ്കിലും പറഞ്ഞ് ഉഷാമ അറിയുന്നതിന് മുമ്പ് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം പയ്യനെ നമുക്കൊന്ന് കാണാം. കൊള്ളാങ്കി നീ പറഞ്ഞാൽ മതി. എന്നെ കണ്ടവൻ തിരിച്ചറിയില്ലേ? തിരിച്ചറിഞ്ഞാൽ അവനോടും. എന്തായാലും സ്റ്റുഡിയോയിൽ വേണ്ട, പുറത്തിടയിൽ വെച്ച് കാണാം. പുറത്ത്? എടാ, നിനക്ക് മാട്രിമോണിയലിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അതിന് നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണം. നീ നാളെ നല്ലൊരു ഡ്രസ് ഇട്ടിട്ടേ ഉച്ചയാകുമ്പോ കല്ലേലി തോട്ടത്തിലേക്ക് വാ. എന്താ പെട്ടെന്നൊരു ബോധോദയം? വള്ളിയൊന്നും അല്ലല്ലേ? അല്ല, നീ വേടാ. ഓക്കെ. വാ. ഇതാണോ? ആ, ഇത് തന്നെ. വാ. ഓടില്ല, അപ്പം അതിനറിയില്ല കേട്ടോ. ഫോട്ടോ എടുക്കാനാണല്ലേ? ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, മാട്രിമോണിയിൽ കൊടുക്കാനേ. കല്ലിൽ തൊട്ടിട്ടുണ്ടേ, അതാവ് നല്ല സീനിയറൊക്കെ ഉണ്ടല്ലോ. സീനറി, ശരി. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. നമുക്ക് എന്നാ അങ്ങോട്ട് പോവാം. ഓക്കെ, അല്ലേ? ചന്തു, ക്യാമറ ചേർത്ത് ചേട്ടാ. എന്തായാലും നമ്മൾ ഒരു വഴിക്കല്ലേ, ഈ വണ്ടി പോ. വെറുതെ പെട്രോൾ അടിച്ച് പൈസ കളയണോ? കണ്ടോ, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന പയ്യനാ. കൊള്ളാം. വീട് ഇവിടെ തന്നെയാണോ? ചിങ്ങവനത്താ. പക്ഷെ സ്റ്റുഡിയോ ഇട്ടേക്കുന്നത് ഫ്രണ്ടിന്റെ കടമുറിയില്ല. റേറ്റ് കുറച്ച് കിട്ടും. പേര് ഡിസ്നി ജെയിംസ്. ഇഷ്ടം പോലെ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല.
പിന്നെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന ലൊക്കേഷൻ അത്യാവശ്യം നല്ലതാണ്. പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് അല്ലേ? അല്ല, നിങ്ങളുടെ സ്ഥലം? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ. ആ ആ ആ. കോളേജിന്റെ മുന്നിലായോണ്ട് സൗകര്യമാണല്ലോ. ചേട്ടൻ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പൊന്നു ചേട്ടാ, MBA വരെ പഠിച്ച ആളാണ് ഞാൻ. ഈ ക്യാമറ വെച്ചാൽ എൻ്റെ ലോൺ മൊത്തം അടച്ചിരുന്നു. പിന്നെ എൻ്റെ താഴെ ഒരാളുണ്ട്, അവളെ കെട്ടിച്ചു വിടുകയും ചെയ്തു. ഓ, അല്ല, ഇത്രയും സുന്ദരിമാർ പഠിക്കുന്ന കോളേജിന്റെ മുന്നിൽ സ്റ്റുഡിയോ ഇട്ടിട്ട് ടിസ്റ്റിക്കാരില്ലെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്കുണ്ട് ഒരാള്. അങ്ങനെ വഴിക്ക് വാ. മുഖം കണ്ടപ്പോഴേ തോന്നി കള്ളത്തരം. ആരാ ആരാ? അതൊക്കെ ഉണ്ട്. ഒരു നായർ കുട്ടിയാ. അപ്പോ പ്രതീക്ഷിക്കാം ഒരു ഒളിച്ചോട്ടം അല്ലേ? ഏയ്, എന്തിനാ ചേട്ടാ ഒളിച്ചോടുന്നത്? അതൊക്കെ ഒരു സമയമാകുമ്പോൾ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് വയ്ക്കാമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അനിയത്തിയൊക്കെ ഉള്ളതല്ലേ ചേട്ടാ. ആ പെങ്കൊച്ചനെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ കുടുംബക്കാരെയൊക്കെ മറന്നിട്ട് ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അസിയില്ല. ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പ്. ഇവിടെ നിർത്തിക്കോ, നമുക്ക് ഇറങ്ങാം. അല്ല, മറ്റേ കൂട്ടുകാരൻ്റെ ഫോട്ടോ എടുക്കണ്ടേ? അല്ല,